എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പിയെ നമുക്ക് ചായയുടെ ഒക്കെ ഒപ്പം 4 മണിക്ക് തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സ് ആണ്. അപ്പോൾ എളുപ്പത്തിലുള്ള ഈ ഒരു സ്നാക്സ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ ഈ ഒരു സ്നാക്സ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു 250 ഗ്രാം അളവിൽ ബീഫ് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്ത് വെച്ചിരിക്കുന്നതാണ്. 250 ഗ്രാം ബീഫിൽ ഒരു 1/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാലയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് നല്ലപോലെ തന്നെ കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുത്ത് വെച്ചിരിക്കുന്നതാണിത്. ഇതിന് നമുക്ക് ചെറിയതായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം. എല്ലില്ലാത്ത ബീഫ് വേണം നമ്മൾ ഇതിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി ഇതുപോലൊരു പാനിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലൊന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ വേവിച്ചെടുത്ത് വെച്ചിരിക്കുന്ന ഈ ഒരു ബീഫെല്ലാം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. കുറച്ച് സമയം ഇതുപോലെ ഇളക്കി കൊടുത്ത് നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരുമ്പോഴത്തേക്കും എണ്ണയ്ക്കകത്തുനിന്ന് എടുക്കേണ്ടതാണ്. അപ്പോൾ ഇതിവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിത് എണ്ണയ്ക്കകത്തുനിന്ന് എടുത്തേക്കാം. ഒരുപാട് സമയം ഇട്ട് നമ്മൾ ഫ്രൈ ചെയ്തിട്ട് എടുത്താൽ ഇതങ്ങ് ഹാർഡായി പോവും. ഇനി ഈ ഒരു ബീഫിൻ്റെ ചൂട് ചെറിയതായിട്ടൊന്ന് കുറഞ്ഞതിന് ശേഷം മിക്സിയുടെ ഒരു ചെറിയ ജാർ എടുക്കുക. ആ ഒരു ചെറിയ ജാറിലേക്ക് ബീഫ് കഷ്ണങ്ങളെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. ഒരുപാടങ്ങ് അരച്ചിട്ടെടുക്കുകയല്ല, ഇതുപോലെ നമ്മളൊന്ന് പൊടിച്ചിട്ടെടുത്താൽ മതി. ഇനി ഈ ഒരു പാനിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായിട്ട് വരുമ്പോഴത്തേക്കും ഇതൊരു മീഡിയം വലിപ്പമുള്ള സവാള ഇതുപോലെ ചെറിയതായിട്ട് കട്ട് ചെയ്തിട്ട് എടുത്താണ് അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 പച്ചമുളക് കട്ട് ചെയ്തതും 1.5 ടീസ്പൂൺ അളവിൽ വെളുത്തുള്ളി ചെറിയതായിട്ട് കട്ട് ചെയ്തതും അതുപോലെ തന്നെ 1.5 ടീസ്പൂൺ അളവിൽ തീരെ ചെറിയതായിട്ട് കട്ട് ചെയ്തിട്ടെടുത്ത ഇഞ്ചിയാണിത്. ഇതുപോലെ തീരെ പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്താലും മതി. ഇനി ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് വഴണ്ടി കിട്ടുന്ന ഒരു രീതിക്ക് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ സവാളയ്ക്ക് അത്യാവശ്യം വഴണ്ടി വരുന്ന ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ ക്യാപ്സിക്കം ഇതുപോലെ തീരെ ചെറിയതായിട്ട് കട്ട് ചെയ്തതാണിത്. ഇതും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് ഇളക്കിയിട്ട് എടുക്കാം. റെഡോ ഗ്രീനോ ഏത് വേണമെങ്കിലും ചേർക്കാം. ഇനി അഥവാ നിങ്ങളുടെ കയ്യിൽ ക്യാപ്സിക്കം ഇല്ലെങ്കിൽ ഒഴിവാക്കാവുന്നതാണ്. അപ്പോൾ ക്യാപ്സിക്കം കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുത്ത് ക്യാപ്സിക്കം ഒന്ന് വാടി വന്നതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. 1.5 ടീസ്പൂൺ അളവിൽ മീറ്റ് മസാല ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ 1.25 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. സാധാരണ നല്ല എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ നിങ്ങളുടെ ഒരു എരിവിനനുസരിച്ച് മാത്രമേ ചേർത്ത് കൊടുക്കാവുള്ളൂ. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ അളവിൽ ഗരം മസാലയും ഇതിലേക്ക് നമ്മൾ ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയിട്ടെടുക്കാം. ഇതുപോലെ ഇളക്കി പൊടികളുടെ ഒരു പച്ച ചൊവയൊന്ന് മാറി വരുന്ന സമയത്ത് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത്, ഒരു 2 ടേബിൾ സ്പൂൺ മതി. ആ ഒരു മസാലയുടെ ഒരു പച്ച ചൊവ അങ്ങ് മാറി ചെറുതായിട്ടൊന്ന് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ചെടുത്ത് വെച്ചിരിക്കുന്ന ഈ ഒരു ബീഫ് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുക. ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിയില ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. തീയൊന്ന് കുറച്ച് വെച്ചിട്ട് ഒരു 2-3 മിനിറ്റോളം നമ്മളൊന്ന് ഇളക്കി കൊടുത്താൽ മതി. നമ്മൾ ബീഫിൽ ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്, എന്നാലും ബീഫ് ചേർത്ത് കൊടുത്തിട്ട് ഇതിൻ്റെ ഉപ്പൊന്ന് നോക്കുക, ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുത്തേക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 3 വലിയ ഉരുളക്കിഴങ്ങ് ഇതുപോലെ നന്നായിട്ടൊന്ന് പുഴുങ്ങിയെടുത്തിരിക്കുന്നതാണ്. കിഴങ്ങ് നന്നായിട്ട് തന്നെ ഒന്ന് പുഴുങ്ങിയെടുക്കണം, ഒട്ടും തന്നെ കട്ടകളില്ലാതെ നമുക്കിത് ഉടച്ചെടുക്കേണ്ടതാണ്. അപ്പോൾ ഇനി ഇതുപോലെ ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു പൊട്ടറ്റോ സ്മാഷറോ അല്ലെങ്കിൽ ഒരു ഫോർക്കോ വെച്ചിട്ട് നല്ലപോലെ തന്നെ കട്ടകളില്ലാതെ നമ്മളൊന്ന് ഉടച്ചിട്ടെടുക്കുക. അപ്പോൾ ഇവിടെ ഞാൻ ഒട്ടും തന്നെ കട്ടകളൊന്നുമില്ലാതെ ഉരുളക്കിഴങ്ങ് ഉടച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ഇതുപോലുള്ള സ്നാക്സുകൾ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഉരുളക്കിഴങ്ങ് എടുക്കുമ്പോൾ നല്ല പൊടിയുള്ള ടൈപ്പ് ഉരുളക്കിഴങ്ങ് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഉരുളക്കിഴങ്ങൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഉടച്ചെടുത്തിരിക്കുന്ന ഉരുളക്കിഴങ്ങിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും 3/4 ടീസ്പൂൺ അളവിൽ ഗരം മസാല ഇട്ട് കൊടുക്കാം. ഇത് 1 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയാണ്. ആവശ്യത്തിനുള്ള ഉപ്പും ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഒറിഗാനോ കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ പിസയ്ക്കകത്തേക്ക് ഇടുന്ന ഒറിഗാനോ അത് ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ ഒഴിവാക്കാവുന്നതാണ്. 2 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിയില ഇതൊരു തീരെ ചെറിയതായിട്ട് കട്ട് ചെയ്തതും ഒരു 1/2 കപ്പ് അളവിൽ ബ്രെഡ് ക്രംസും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് കുഴച്ചിട്ടെടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് നല്ലപോലെ തന്നെ ഞാനൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് കണ്ടില്ല, ഇതുപോലെ നമുക്ക് നല്ലൊരു മാവ് പരുവത്തിന് ഉരുട്ടിയെടുക്കാനും കൈകൊണ്ട് നന്നായിട്ടൊക്കെ പരത്താനും പറ്റുന്ന ഈ ഒരു പരുവായിരിക്കണം കേട്ടോ. ഇനി നമ്മുടെ കയ്യിൽ കുറച്ച് ഓയിലൊന്ന് ഇതുപോലൊന്ന് ആക്കി കൊടുക്കുക. എന്നിട്ട് ഈ ഉരുളക്കിഴങ്ങിൻ്റെ ഈ ഒരു മിക്സിയിൽ നിന്ന് അത്യാവശ്യം വലിയൊരു ഉരുള എടുത്തിട്ട് കൈകൊണ്ട് നന്നായിട്ട് ഉരുട്ടിയതിന് ശേഷം ഇതുപോലൊന്ന് പരത്തി കൊടുക്കുക. ഇതുപോലെ പരത്തിയതിന് ശേഷം ഒരു 1/4 ടീസ്പൂൺ മാത്രം നമുക്കിതിലേക്ക് ടൊമാറ്റോ കെച്ചപ്പ് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ.
അതിനുശേഷം നമ്മുടെ ഈ ഒരു ഫില്ലിങ് ഒരു 1.5 ടീസ്പൂണോളം ഇതിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഫുള്ളായിട്ട് ഇതുപോലെ ഒന്ന് കവർ ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇതാക്കി എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇത് കണ്ടല്ലോ, ഇതുപോലെ ഈ ഒരു ഷേപ്പിലാണ് കേട്ടോ ഇത് റെഡിയാക്കി എടുത്തിരിക്കുന്നത്. നമ്മളിത് റെഡിയാക്കി എടുക്കുന്ന സമയത്ത് ഒരുപാടങ്ങ് കട്ടി കൂടി പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണേ. മാക്സിമം ഇത്രയും മാത്രമേ ഇതിന് കട്ടി ഉണ്ടാകാൻ പാടുള്ളൂ. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതൊന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം. ആദ്യം കയ്യിൽ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ ഒരു മിക്സിയിൽ നിന്ന് അത്യാവശ്യം നല്ലൊരു ഉരുള എടുത്തിട്ട് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് ഉരുട്ടിയിട്ട് ഇതുപോലെ പരത്തി കൊടുക്കുക. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ടൊമാറ്റോ കെച്ചപ്പ് ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഈ ഒരു ഫില്ലിങ് നമുക്ക് വെച്ച് കൊടുക്കാം. ഫില്ലിങ് വെച്ച് കൊടുക്കുമ്പോഴും ഒരുപാട് കൂടി പോകരുത്. കൂടി പോയിട്ടുണ്ടെങ്കിൽ ഇതങ്ങ് പൊട്ടിപ്പോവും. അപ്പോൾ ആവശ്യത്തിന് ഫില്ലിങ് വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പാക്കി ഇതുപോലെ എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിപ്പോൾ എല്ലാം തന്നെ ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിന് നമ്മൾ സാധാരണ കട്ട്ലറ്റിനൊക്കെ ചെയ്യുന്ന പോലെ തന്നെ മുട്ടയുടെ മിക്സ് റെഡിയാക്കിയിട്ടോ അല്ലെങ്കിൽ മൈദയുടെ ഒരു മിക്സ് റെഡിയാക്കിയിട്ടോ അതിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസ് ഒക്കെ നന്നായിട്ട് കോട്ട് ചെയ്തിട്ട് അങ്ങനെ വേണമെങ്കിലും നമുക്ക് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. അല്ലെങ്കിൽ ഇതുപോലെ മാത്രം എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കാവുന്നതാണ്. ബ്രെഡ് ക്രംസ് ഒന്നും കോട്ട് ചെയ്യാതെയാണ് നമ്മളിത് ഫ്രൈ ചെയ്യുന്നതെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. നല്ല ചൂടായിട്ട് കിടക്കുന്ന എണ്ണയിലേക്ക് മാത്രമേ നമ്മളിത് ഇട്ട് കൊടുക്കാവുള്ളൂ. ചൂട് കുറവുള്ള എണ്ണയിലേക്കോ അല്ലെങ്കിൽ നമ്മൾ തീ കുറച്ചിട്ടോ ഇത് ഫ്രൈ ചെയ്തിട്ട് എടുത്താൽ ഇത് നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കും പൊട്ടിപ്പോവും. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നല്ല ചൂടായിട്ട് കിടക്കുന്ന എണ്ണയിലേക്ക് തന്നെ വേണം നമ്മളിത് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഒരുപാട് സമയം ഇത് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഒരു സൈഡ് ഇതുപോലെ റെഡിയാക്കി കിട്ടും. ഒരു സൈഡ് നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരുമ്പോഴത്തേക്കും ഇതുപോലെ നമുക്ക് പതിയൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പത്തെ സൈഡും കൂടി നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരുന്ന സമയത്ത് നമുക്കിത് എണ്ണയ്ക്കകത്ത് നിന്ന് എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു സ്നാക്സ് നമ്മൾ ഒരേ സമയം ഒരുപാട് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തിട്ട് എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. നമുക്ക് മറിച്ചിട്ട് കൊടുക്കാനൊക്കെ ചിലപ്പോൾ പ്രയാസമാകും. 2 എണ്ണമൊക്കെ നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തിട്ട് എടുത്താൽ മതി. ഫ്രൈ ചെയ്തതിന് ശേഷം നമ്മൾ ഇതുപോലെ ടിഷ്യൂ പേപ്പറിലേക്ക് വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് കണ്ടല്ലോ, ഇതുപോലെ തന്നെ ഞാൻ എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഉള്ളിൽ ഒരു ബീഫിൻ്റെ ഒരു ഫില്ലിംഗ് ആയതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു സ്നാക്സിൻ്റെ റെസിപ്പിയെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്നറിയിക്കുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് നമ്മുടെ ഈ ഒരു ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലും ഇതുവരെയായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിൽ ആ കാണുന്ന ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പുതിയ പുതിയ റെസിപ്പികളൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്കിതുപോലെ നല്ലൊരു റെസിപ്പിയായിട്ട് കാണാം.